ഒരു ആഭിചാരക്രിയ ചെയ്യുന്നതിനിടയിൽ മാല എന്ന പെൺകുട്ടിയുടെ അമ്മ മരിച്ചു പോവാണ്. അനാഥയായ മാല എന്ന പെൺകുട്ടിയെ പിന്നീട് വളർത്തിയത് അവളുടെ അങ്കിളും അതുപോലെ തന്നെ ആന്റിയുമായിരുന്നു. എന്നാൽ അവരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് മാലയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഇതൊരു സാധാരണ വീടല്ല. അവളുടെ അങ്കിളും അതുപോലെ തന്നെ ആന്റിയും ഇവര് രണ്ടുപേരും എന്തൊക്കെയോ ഒരുപാട് രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 18 വർഷമായിട്ട് മാല എന്ന ഈ പെൺകുട്ടിയെ കാത്തുകൊണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരാണ് അയാൾ? ശരിക്കും ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്നാ പിന്നെ ഒരു നല്ല കിടിലൻ ഹൊറർ മൂവിയുടെ കഥ അങ്ങ് കേൾക്കുകയല്ലേ. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അടച്ചിട്ട ഒരു മുറിയിൽ ഒരു സ്ത്രീ ഒരു വിളക്ക് നിലത്ത് വെച്ച് അതിന്റെ ചുറ്റും ചില പൂക്കൾ ഇട്ടുകൊണ്ട് നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത പഴയ ഒരു തരം ഇൻസ്ട്രുമെന്റ് അതവർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മന്ത്രങ്ങളും അവർ ചൊല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ കാടിന്റെ ഉള്ളിൽ നിന്നും എന്തോ അങ്ങോട്ടേക്ക് വരുന്നത് പോലെ നമ്മൾ കാണിക്കുന്നുണ്ട്. അവർ പാടുന്ന ആ ഒരു പാട്ടിൽ ആകൃഷ്ടയായിട്ടായിരിക്കണം. എന്തായാലും ഇതേ നേരം തന്നെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീക്ക് അത് പാടാൻ കഴിയുന്നില്ല. ആ ഇൻസ്ട്രുമെന്റ് അത് വായിക്കാൻ കഴിയുന്നില്ല. അവരുടെ കൈകൾ വിറയ്ക്കുകയാണ്, വല്ലാതെ വേദന എടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ സ്ത്രീയുടെ മകളായിട്ടുള്ള മാല ഈ ശബ്ദം കേട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. അവള് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അമ്മ എന്തൊക്കെയോ അവിടെ ചെയ്യാണ്. മാത്രമല്ല അമ്മയ്ക്ക് കൈകൾ അനക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായ വേദന. അവളുടെ അമ്മ നന്നായി പേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ ചുറ്റും മരത്തിന്റെ വേരുകൾ ഒരുപാട് നിറഞ്ഞിരിക്കുകയാണ്. അത് അവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് അതിൽ ഒരു വേര് ഈ മാലയുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് അവള് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. എന്നാൽ വേഗം തന്നെ ചാടി എഴുന്നേറ്റ അവളുടെ അമ്മ ഒരു റാന്തൽ വിളക്കെടുത്ത് നേരെ ആ ഒരു വേരിന്റെ മുകളിൽ കൊണ്ടുപോയിടുകയാണ്. ചെറുതായിട്ട് തീ അവിടെ ആളി പടരാൻ തുടങ്ങി. പിന്നീട് ആ വീട് മുഴുവനായിട്ടും അത് വ്യാപിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട ആ ഒരു ഷോക്കിൽ മാല ആകെ ഞെട്ടിത്തരിച്ച് താഴേക്ക് വീഴുകയാണ്. അബോധാവസ്ഥയിൽ നിൽക്കുന്ന അവളോട് അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. മോൾക്കത് മനസ്സിലാവുന്ന പറയാണ്. അതുപോലെ തന്നെ അവളുടെ ചെവിയിൽ ലിങ്സിർ അങ്ങനെ എന്തോ ഒരു കാര്യം പറയാണ്. പിന്നീട് അവളുടെ അടുത്ത് നിന്നും അപ്പുറത്തേക്ക് മാറുക. അപ്പൊ തന്നെ ആ ഒരു തീ അവരുടെ ദേഹത്തും ആളി പടരുന്നുണ്ട്. അങ്ങനെ അവളുടെ അമ്മ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന വേരുകളിൽ ഒരെണ്ണം അവളുടെ വായിലേക്ക് ഇറങ്ങി പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാലയെ കാണിക്കുകയാണ്. അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. തൊണ്ടയുടെ ഉള്ളിലായിട്ട് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്സർവേഷനിൽ അവളെ കിടത്തിയിരിക്കുകയാണ്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേ നേരം അവളെ കാണാനായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, അവളുടെ അങ്കിളും ആന്റിയുമാണ്. അങ്കിളുടെ പേര് ബെർക്ക്, അതുപോലെ തന്നെ ഗ്ലാഡിസ്. മാലയുടെ അമ്മയുടെ ചേട്ടനാണ് ഈ ബെർക്ക്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഈ ബെർക്ക് മാലയെ കണ്ട സമയത്ത് അധികം സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. ചിരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഗ്ലാഡിസ് അങ്ങനെയല്ല. വന്നപാട് എന്നെ മാലയോട് നന്നായിട്ട് സംസാരിക്കുകയാണ്. മോളെ, ആ അപകടത്തിൽ നിന്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. മോൾ ഒറ്റയ്ക്കല്ല. മോളെ നിന്റെ അമ്മ എങ്ങനെയാണ് നോക്കിയത് അതുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയണം. എന്തായാലും ഒരു 3 ആഴ്ചത്തേക്ക് നമ്മുടെ മാലയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നീട് അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇവര് വീട്ടിലേക്ക് പോവാണ്. അതായത് അങ്കിളുടെയും ആന്റിയുടെയും ആ ഒരു വീട്ടിൽ. ആ സമയത്ത് അവരുടെ കാറിൽ ഇവരുടെ ഇളയ മകനായിട്ടുള്ള ഫാത്തിക്ക് ഉണ്ടായിരുന്നു. ഈ ചെറുക്കനാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാൻ മാലയ്ക്ക് കഴിയില്ലല്ലോ. 3 ആഴ്ചത്തേക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ചെക്കൻ അവന്റെ സ്ലേറ്റ് ഇപ്പൊ മാലയ്ക്ക് കൊടുത്തിട്ട് പറയണം, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇതിൽ എഴുതി കാണിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ ഇവരിപ്പോ അങ്കിളുടെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വീടൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീടാണ്. അതായത് അങ്കിൾ അത്യാവശ്യം സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇവര് വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് അവിടുത്തെ സെർവന്റ് വരുന്നുണ്ട് കേട്ടോ. നെവാങ് മുത്തശ്ശി എന്നാണ് അവരിവർ വിളിക്കില്ല. ഇപ്പൊ നെവാങ്ങിനെ മാലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിക്കോളും. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഇനി വാ നമുക്ക് മുകളിലേക്ക് പോവാം. നിന്റെ മുറി അവിടെയാന്ന് പറഞ്ഞിട്ട് ഗ്ലാഡിസ് ഇപ്പോൾ മാലയും കൂട്ടി നേരെ മുകളിലേക്ക് പോവാണ്. ആ മുറിയിൽ അവൾ എത്തിയ സമയത്ത് സിനിമയുടെ ആരംഭത്തിൽ അവളുടെ അമ്മ വായിച്ച ഒരു വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വീടും ആ ഒരു ഇൻസ്ട്രുമെന്റും ഇതെല്ലാം ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് മാല നോക്കുകയാണ്. ഇതേ നേരം തന്നെ ഗ്ലാഡിസ്, അതായത് ആന്റി പറയണ, മോളെ ഇവിടെ ആകെ പൊടിയാണ്. നിന്റെ അങ്കിളിനോട് ഞാൻ പറഞ്ഞ നീ വരുന്നുണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന്. പക്ഷേ മൂപ്പർക്ക് എപ്പോഴും തിരക്കാണ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതൊന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൽക്കാലം ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഡെയ്സിയുടെ ഡ്രസ്സ് എടുത്തെന്ന് പറയണം. ഡെയ്സി ആരാ നോക്കുകയാണെങ്കിൽ അങ്കിളിന്റെ മൂത്ത മകളാണ് ഡെയ്സി. ഡെയ്സിയും അതുപോലെ തന്നെ മാലയും ഏകദേശം ഒരേ പ്രായമാണ്. കാണാനും ഏകദേശം ഒരുപോലെ തന്നെ. എന്തായാലും ഡെയ്സിയുടെ ഡ്രസ്സ് ഇപ്പോൾ ഗ്ലാഡിസ് എടുത്ത് മാലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാലയ്ക്ക് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു സ്ലേറ്റിൽ താങ്ക് യു എന്ന് എഴുതി കാണിക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഇപ്പൊ ഗ്ലാഡിസ് പറയാം. പിന്നീട് ഗ്ലാഡിസ് പറയണം, മോളെ വേഗം തന്നെ കുളിച്ച് മാറ്റി റെഡിയായി താഴേക്ക് വാ, നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇതിനുശേഷം കാണിക്കുന്നത് അവളുടെ അങ്കിളിനെയാണ്, അതായത് ബെർക്കിനെ. പഴയ കുറേയധികം ഫോട്ടോസ് ഈ ബെർക്ക് അയാൾ എടുത്ത് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. അങ്കിളിന്റെ 2ാമത്തെ ഭാര്യയാണ് ഗ്ലാഡിസ്. അതിലുള്ള മകനാണ് ഫാത്തിക്ക്. അങ്കിളിന്റെ മൂത്ത മകളായിട്ടുള്ള ഡെയ്സി ഉണ്ടല്ലോ, അവളുടെ അമ്മ
നേരത്തെ മരിച്ചുപോയതാണ്. അവർ മരിച്ചതിന് ശേഷമാണ് അങ്കിൾ ഗ്ലാഡിസിനെ വിവാഹം കഴിക്കുന്നത്. പക്ഷെ ഗ്ലാഡിസ് ഡെയ്സിയെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാലയും അതുപോലെ അവർ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈ അങ്കിൾ ബെർക്കിന് എന്തൊക്കെയോ ചില ഇടപാടുകൾ ഉണ്ട് എന്നാ തോന്നുന്നത്. ഇയാളുടെ കയ്യിൽ പഴയൊരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിലെ ഒരു കവിത അയാൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കവിതയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: തെമ്പാങ് ലിങ്സിർ. അതായത് ആ കവിത അത് പാടിക്കഴിഞ്ഞാൽ ഈ ദുരാത്മാക്കളെ എല്ലാം ഓടിക്കാൻ കഴിയും. അതുപോലെ എന്തോ ഒരു മന്ത്രവാക്യാണ് അതിലുള്ളത്. ഇതേ നേരം ആ വീട്ടിലത്തെ വേലക്കാരിയായിട്ടുള്ള നെവാങ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. നെവാങ്ങിനെ കണ്ടപാട് തന്നെ ഇപ്പൊ അങ്കിള് ചോദിക്കുകയാണ്, അല്ല ഡെയ്സി വന്നിട്ടുണ്ടോ? ഇല്ല, അവൾ ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ല. ഇതും പറഞ്ഞ് നെവാങ് മുത്തശ്ശി നേരെ പോയിട്ട് ആ വാതിലടക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്: എടാ, നീ എന്തിനാണ് ഇത് ചെയ്തത്? ആ പെണ്ണ് മാലയുണ്ടല്ലോ, അവളെയും കൂട്ടി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താണ് അതിന്റെ ആവശ്യം? അല്ലെങ്കിലേ നമുക്ക് ഒട്ടും സമയമില്ല. എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഈ സമയത്ത് അങ്കിൾ ബെർക്ക് പറയാണ്, എനിക്കതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. കാരണം അവളുടെ അമ്മ മരിച്ചുപോയി. ഈ മാലയ്ക്കാണെങ്കിൽ വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നേരം നെവാ മുത്തശ്ശി പറയാണ്, നീ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമുക്കധികം സമയമില്ല. എന്തിനും ഏതിനും തയ്യാറായിരുന്നോ? ഇതേ നേരത്ത് അങ്കിളുടെ മൂത്ത മകളായിട്ടുള്ള ഡെയ്സി അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോണിയുടെ കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ അങ്കിൾ ബെർക്ക് ചോദിക്കുകയാണ്, മോളെ നിന്റെ 18ാമത്തെ വയസ്സ് വരാൻ പോവാണ്. അപ്പൊ ആ ഒരു ബർത്ത്ഡേക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്ക്. ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ കേക്ക് മുറിക്കലോ ആഘോഷമോ എന്താണെങ്കിലും അത് വീട്ടിൽ വെച്ച് മതി എന്ന് പറയണം. ഓ ശരിയെന്ന് പറയണം. അതായത് അത്യാവശ്യം ദേഷ്യവും അതുപോലെ തന്നെ ഒരിത്തിരി അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് ഈ ഡെയ്സി. ഇപ്പൊ ഡെയ്സിനോട് അമ്മയായിട്ടുള്ള ഗ്ലാഡിസ് പറയണ, മോളെ നിനക്ക് മാല അറിയില്ലേ? ചെറുപ്പത്തിൽ നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നല്ലോ. എന്തായാലും ഇനി മുതൽ മാല ഇവിടെ ആയിരിക്കും കേട്ടോ താമസം. ഇപ്പൊ മാലയെ ഡെയ്സി നോക്കുന്നുണ്ട്. അധികമൊന്നും അവളുടെ മുഖത്ത് നോക്കി ചിരിക്കാതെ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ആ ശരി എന്ന ഭാവത്തിൽ മാലയെ ഇപ്പൊ ഡെയ്സി വല്ലാതെ മൈൻഡ് ആക്കുന്നില്ല. ഇതിനുശേഷം മാല വെള്ളം കുടിക്കുകയാണ്. അതേ നേരം തന്നെ ഡെയ്സിയും വെള്ളം കുടിക്കുകയാണ്. കറക്റ്റ് രണ്ടുപേരും ഒരേ സമയത്ത്. മാത്രമല്ല ഇവരെ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും രണ്ടുപേരും ഒരു കാര്യം ഒരേ സമയത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്കിൾ ബെർക്ക് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ നേരത്താണ് ഡെയ്സി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അല്ല, ഇവളിട്ടിരിക്കുന്നത് എന്റെ ഡ്രസ്സല്ലേ, ഇത് ആരും ഇവൾക്ക് കൊടുത്തത്? ഈ സമയത്ത് ആന്റി ഗ്ലാഡിസ് പറയണം, അല്ല മോളെ, അവൾക്ക് ഇടാൻ വേറെ വസ്ത്രമൊന്നുമില്ല. അവളുടെ വീടൊക്കെ മുഴുവനായിട്ട് കത്തിപ്പോയില്ലേ. ഇവൾക്കാണെങ്കിൽ വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. മോക്ക് എന്തായാലും ഞാൻ വേറെ മേടിച്ചു തരാന്ന് പറയണം. ഈ സമയത്ത് ഡെയ്സി പറയണം, ആ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറെ ദിവസമായിട്ട് ഞാൻ ഇതങ്ങനെ ഇടാറൊന്നുമില്ല. ഒരുമാതിരി അഹങ്കാരം പിടിച്ച വർത്താനാണ് അവൾ പറയുന്നത് കേട്ടോ. അതായത് മാലയെ യാതൊരു രീതിയിലും റെസ്പെക്ട് ചെയ്യുന്നില്ല. പിന്നീട് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരുടേതായ മുറിയിലേക്ക് പോയി. ഈ സമയത്ത് ഡെയ്സിയുടെ അടുത്തേക്ക് ഗ്ലാഡിസ് വന്ന് ചോദിക്കണം, അല്ല മോളെ, ചെറുപ്പത്തിൽ നീയും മാലയും തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലോ, പക്ഷെ പിന്നെന്താ നീ അവളെ ഇപ്പൊ നോക്കാത്തത്? നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അവർക്കൊരു മര്യാദ കൊടുക്കണ്ടേ? അവൾക്ക് ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മ മരിച്ചുപോയില്ലേ, അവൾ അനാഥയല്ലേ, നിനക്ക് എന്താ പറ്റിയത്? ഇപ്പൊ ഡെയ്സി പറയണ, ശരിയാണ് അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ അവളുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ചെറിയ പ്രായത്തിലുണ്ടല്ലോ അവൾ പെട്ടെന്ന് വ്യത്യസ്തമായ ഓരോ പാട്ടുകൾ പാടും. എനിക്കത് കേൾക്കുമ്പോൾ പേടിയാവും. അതുകൊണ്ടാ പതിയെ പതിയെ അവളോടുള്ള കൂട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചത്. എനിക്ക് എന്തോ അവളെ ഇപ്പൊ ഇഷ്ടമില്ല എന്ന് പറയാണ്. എന്തായാലും ഡെയ്സിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല എന്ന് ഗ്ലാഡിസിന് മനസ്സിലായി. ഇതേ നേരം തന്നെ കിടന്നുറങ്ങുന്ന മാലയെ കാണിക്കുകയാണ്. രാത്രിയായ സമയത്ത് അവളുടെ മുറിയുടെ വാതിൽ ആരോ ഒരാൾ തട്ടുന്നുണ്ട്. അതും ശക്തമായിട്ട് തന്നെ. വേഗം എഴുന്നേറ്റ മാല ആ വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന നേരത്ത് പെട്ടെന്ന് ആ തട്ടുന്നത് നിർത്തുകയാണ്. എന്നാൽ അവൾ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ അവളുടെ കൂടെ തന്നെ അവളുടെ പിന്നാലെ മറ്റൊരാൾ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവളത് കണ്ടില്ല. പിന്നീട് മാല കിടക്കാൻ വേണ്ടി തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു കൊട്ടയില് 2 കൈകൾ കാണുകയാണ്. വ്യക്തമായി കാണാൻ വേണ്ടി അവൾ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കൈകൾ അതിൽ ഉണ്ടായിരുന്നില്ല. വെറും കൊട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തപ്പോ ഇവിടെ നടക്കുന്നത്? തോന്നലായിരിക്കുമെന്ന് മാല പിന്നീട് ചിന്തിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ വെച്ച ഒരു കണ്ണാടി അവൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു തുണി വെച്ച് അത് മൂടി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു തുണി അവൾ മാറ്റി നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രതിബിംബം അവൾ അതിൽ കാണുന്നുണ്ട്. വേഗം തന്നെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനവിടെ കാണാനില്ല. എന്നാൽ പെട്ടെന്നാണ് വായിൽ നിന്നും ചോര ഒലിപ്പിച്ച ഒരു രൂപം അവളുടെ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് അവൾക്കൊരു വാണിംഗ് കൊടുക്കാണ്, നീ കാത്തിരുന്നു, നിന്നെ തേടി അവൻ വരുന്നുണ്ട്, ലിങ്സിർ. പാവത്തിന് ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ഇതേ നേരത്താണ് അവളുടെ മുറിയിലേക്ക് ആന്റി ആയിട്ടുള്ള ഗ്ലാഡിസ് വരുന്നത്. ആന്റിയെ കണ്ടപാടിനെ ഓടിച്ചെന്ന് ആന്റിയെ കെട്ടിപ്പിടിച്ച് മാല കരയാണ്. അവൾക്ക് എന്താ നടന്നതെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ഇനി മുതൽ മാലയെ ഒറ്റയ്ക്ക് കെടുത്തണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ഫാത്തിക്ക്, അവന്റെ മുറിയിൽ കൊണ്ടിട്ട് മാലയെ കെടുത്തുകയാണ്. പിന്നീട് മാലയോട് ആന്റി പറയുന്നുണ്ട്, മോളെ, ഡെയ്സിയുടെ പെരുമാറ്റത്തിൽ ഒന്നും തോന്നരുത് കേട്ടോ. അവൾക്കെല്ലാം ഒന്ന് മനസ്സിലാക്കാനും ഓക്കെ ആവാനും കുറച്ച് സമയം കൊടുക്കണം. എന്തായാലും മോൾ ഉറങ്ങിക്കോ, ആന്റിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ് ആന്റി ഗ്ലാഡിസ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അത് പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുകളിൽ നിന്നും
ആരോ പാട്ട് പാടുന്നത് പോലെ തോന്നുന്നുണ്ട്. തോന്നലല്ല, ആന്റിക്ക് അത് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ പതിയെ സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലെ ആ റൂമിന്റെ അടുത്തേക്ക് ചെവി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു പാട്ട് കേൾക്കാനില്ല. എന്നാലും രാത്രിയിൽ ഒരാൾ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയാൽ ആർക്കായാലും ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അങ്കിൾ ബെർക്കിനെയാണ്. അയാളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു പഴയ പുസ്തകം ഉണ്ടല്ലോ, ഇപ്പോഴും അത് കയ്യിലുണ്ട്. എന്നാൽ അത് വായിച്ചു അവസാനം അങ്കിൾ ബെർക്ക് ഇപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ അല്പനേരം കഴിഞ്ഞ് കണ്ണു തുറന്ന സമയത്ത് റൂമിൽ കിടന്നുറങ്ങിയ അങ്കിൾ ഇപ്പോൾ ഉള്ളത് ഒരു കാട്ടിലാണ്. ആ കസാരയോടുകനെ പേടിച്ചുപോയി ആ ഒരു കസാരയിൽ നിന്നും അയാൾ ചാടി എഴുന്നേറ്റപ്പോൾ കാല് തെന്നി താഴേക്ക് വീഴുകയാണ്. കാലിന് നന്നായിട്ട് വേദനയായിട്ടുണ്ട്. റൂമിൽ കിടന്നുറങ്ങിയ ഞാൻ ഇതെങ്ങനെ എവിടെ എത്തിയെന്ന് അയാൾ ആകെ പേടിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. ഫോണിന്റെ ലൈറ്റ് കത്തിച്ചിട്ട് ചുറ്റും നോക്കി സഹായത്തിനായിട്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും ആ ഒരു വിളി കേൾക്കുന്നില്ല. ഈ നേരത്താണ് കാടിന്റെ ഒരു ഭാഗത്തായി നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്കിൾ ബെർക്ക് കാണുന്നത്. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് പതിയെ അങ്കിൾ പോവുകയാണ്. എന്നാൽ അവരുടെ അടുത്ത് എത്താനായ സമയത്ത് ആ ലൈറ്റ് ഓഫ് ആയി പോകുന്നുണ്ട്. എന്നാലും അങ്കിൾ ചെന്ന് ആ സ്ത്രീയെ തൊടുകയാണ്. പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അങ്കിളിനെ നോക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ മുഖം കണ്ട് അങ്കിൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ ഇപ്പോ അങ്കിളിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നിന്നെ കൊണ്ട് അത് കഴിയോടാ? നീ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? എന്തായാലും വികൃത രൂപമുള്ള ആ ഒരു സ്ത്രീയെ കണ്ട് പേടിച്ച് അങ്കിൾ ബെർക്ക് പിന്നിലേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഒരു ശവക്കല്ലറയും കാണുന്നുണ്ട്. ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന ഈ സ്വപ്നം കണ്ട് അങ്കിൾ ബെർക്ക് ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് ഇത്രയും നേരം കണ്ടത് വെറും ഒരു സ്വപ്നമാണ്. പക്ഷേ ചുമ്മാ ഈ കസേലയിൽ ഇരുന്ന അയാളുടെ കാലുകൾക്ക് ഭയങ്കരമായ വേദന. ഇവിടെ വന്ന് ഇരിക്കുന്നത് വരെ ആ ഒരു വേദന ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ ആ കാട്ടിൽ ചെയറിലിരിക്കുമ്പോൾ ചാടി എഴുന്നേറ്റില്ലേ, അപ്പൊ വീണില്ലേ, അപ്പോഴുണ്ടായ അതേ വേദന തന്നെ അങ്കിളിന് ഇപ്പൊ ഫീൽ ആവുകയാണ്. അതായത് സ്വപ്നം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്കിൾ ഇപ്പോൾ ഉള്ളത്. ഇതേ നേരം തന്നെ കിടന്നുറങ്ങുന്ന മാലയും ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഒരു കാട്ടിലൂടെ പതിയെ ചെരുപ്പിടാതെ അവള് നടന്നു പോവാണ്. ആ സമയത്ത് കാട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. പതിയെ അവരുടെ അടുത്തേക്ക് ചെന്ന് മാല അവരെ തൊട്ട സമയത്ത് വികൃതമായ രൂപമൊന്നുമല്ല, സാധാരണ മുകളിൽ ഒരു സ്ത്രീ അവളെ നോക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഞെട്ടിയുണർന്ന മാല അവള് നോക്കുമ്പോൾ അവളുടെ കാലിന്റെ അടിയിലൊക്കെ നിറയെ ചളി. കാട്ടിലേക്ക് പോയത് സ്വപ്നത്തിൽ മാത്രമാണ്, പക്ഷെ എങ്ങനെയാണ് അവളുടെ കാലിൽ ചെളി വന്നത്? അതായത് അവളുടെ അങ്കിൾ ബെർക്കിനുണ്ടായ അതേ ഒരു ഇൻസിഡന്റ് തന്നെ ഇവൾക്ക് ഉണ്ടാവുകയാണ്. യാഥാർത്ഥ്യം ഏത് സ്വപ്നം ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അന്നേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ഡെയ്സി ഉണ്ടല്ലോ, അവൾക്ക് 2 കൂട്ടുകാരികളുണ്ട്, മോർണിയും ബെല്ലിയും. ഏകദേശം ഡെയ്സിയുടെ അതേ സ്വഭാവം തന്നെ. അങ്ങനെ കൂട്ടുകാരികളെയും കൂട്ടിയിട്ട് അവള് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മാല അതുപോലെ ഫാക്ടിക്ക് ഇവര് രണ്ടുപേരും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാലയെ കണ്ടപ്പോ ഈ മോർണിയും ബെല്ലയും ചോദിക്കുന്നുണ്ട്, അല്ല ഇതേതാ പെൺകുട്ടി? ഈ സമയത്ത് ഡെയ്സി പറയണ അതിവിടെ ജോലിക്ക് വന്നൊരു പെൺകുട്ടിയാ, അവളെ വലിയ മൈൻഡാക്കൊന്നും വേണ്ട, വാ നമുക്ക് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും മുകളിലെ മുറിയിലേക്ക് പോവാണ്. എന്തായാലും ഡെയ്സിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാല കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഇതേ നേരം തന്നെ ഡെയ്സിയുടെ റൂമിൽ വന്ന അവളുടെ കൂട്ടുകാരികൾ മോർണിയും ബെല്ലയും കൂടെ അവൾ വരച്ച ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ്. ഡ്രോയിങ് ബുക്കിൽ പല തവണയായിട്ട് ഒരു സ്ത്രീയുടെ മുഖം അവൾ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ മോർണി ചോദിക്കുന്നുണ്ട്, അല്ല ഡെയ്സി ആരാണിത്, കുറെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഡെയ്സി പറയാണ്, എനിക്കറിയില്ല, പല തവണയായിട്ട് എന്റെ സ്വപ്നത്തിൽ ഈ ഒരു സ്ത്രീ വരുന്നുണ്ട്, അതുകൊണ്ട് ചുമ്മാ ഞാൻ വരച്ചു വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇതേ രൂപം ഇതേ സ്ത്രീയെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് തന്നെ നമ്മുടെ മാല കണ്ട ആ സ്വപ്നത്തിലും ഈ സ്ത്രീ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു കണക്ഷൻ ഇവര് തമ്മിൽ ഉണ്ടല്ലേ. മുന്നോട്ടേക്ക് പോകുമ്പോൾ അതെന്താണെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അങ്കിൾ ബെർക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ആ ഒരു വേലക്കാരിയായിട്ടുള്ള നവാങ് മുത്തശ്ശി, ഇവര് രണ്ടുപേരും കുറച്ച് ദൂരെയുള്ള ഒരു മരത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ ചില പൂജകളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്കിൾ ബെർക്ക് അവരുടെ ഭാര്യയായിട്ടുള്ള ആന്റി ഗ്ലാഡിസ് ഉണ്ടല്ലോ, അവരോട് പറയാതെ ഈ വേലക്കാരിയുമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ രഹസ്യമായിട്ടാ ചെയ്യും. അവിടെ വെച്ച് ചില കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഇപ്പൊ അങ്കിൾ ബെർക്ക് ഈ നവാങ് മുത്തശ്ശിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ സംഭവം നടന്ന് ഇപ്പൊ 17 വർഷങ്ങൾ കഴിഞ്ഞു, 18 വർഷം ആകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നവാങ് മുത്തശ്ശി പറയാണ്, ഞാനിത് പല തവണയായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി, സമയത ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറ. ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്ക്, അവളെ വീട്ടിൽ നിർത്തല്ലേ, അത് വലിയ പ്രശ്നമാവും. എന്നാൽ അങ്കിൾ ബെർക്ക് പറയണം, ഒരു കാരണവശാലും മാലെ ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല, കാരണം ഗ്ലാഡിസ് സ്വന്തം മോളെ പോലെ അവളെ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് നവാങ് മുത്തശ്ശി പറഞ്ഞ് ആ മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് എന്തൊക്കെയോ ചില പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയായി മാല കിടന്നുറങ്ങുകയായിരുന്നു. ഇതേ നേരം തന്നെ അവളുടെ വസ്ത്രങ്ങൾ വെക്കുന്ന ഷെൽഫ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അത് നോക്കി ഭയന്നിരിക്കുന്ന സമയത്ത് അവളുടെ തൊട്ടരികിൽ വികൃതമായ ആ രൂപം വന്നിരിക്കുന്നുണ്ട്. പേടിച്ചുപോയ മാല ചാടി എഴുന്നേൽക്കുകയാണ്. അത് വെറും ഒരു സ്വപ്നമാണ്. പക്ഷേ ഈ നടക്കുന്ന സ്വപ്നങ്ങളൊക്കെ വളരെ റിയൽ ആയിട്ട് നടക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഒരു പ്രസൻസ് ആരും അടുത്തുള്ളതുപോലെ അത് നല്ല രീതിയിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ മാല ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അങ്കിൾ ബെർക്കിന്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ഗ്ലാഡിസ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്ലാഡിസ് അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ല മനുഷ്യ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ആ മാല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ പിന്നെ നിങ്ങൾക്ക് എന്തോ വല്ലാത്തൊരു വിഷമുള്ളതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറയാന്ന് പറയാം. എന്നാൽ അങ്കിൾ ബെർക്ക് വിഷയം മാറ്റാണ്, അതൊന്നുമില്ല, അത് പിന്നെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ടെൻഷനാന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ സത്യം എന്താണെന്ന് ഗ്ലാഡിസിനോട് പറയുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ മാലയും
ഫാത്തിക്കും കൂടെ ആ ഒരു പരിസരം മുഴുവൻ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. ഇതേ നേരം തന്നെ ആ മരം ഇവര് കാണുന്നുണ്ട്. അതായത് അങ്കിൾ ബെർക്കും നവാങ് മുത്തശ്ശിയും കൂടെ പോയി പൂജ ചെയ്യുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, അത് തന്നെ. അതെന്താണെന്ന് ഇപ്പൊ മാല ഫാത്തിക്കിനോട് ചോദിച്ചപ്പോ ഫാത്തിക്ക് പറയണ എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. അതുപോലെ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാന്ന് പറയണം. ഇതേ നേരം തന്നെ ഗ്ലാഡിസ് അങ്കിൾ ബെർക്കിനോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ കുത്തി ചോദിച്ചപ്പോ അങ്കിൾ പറയാണ്, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നിൽ നിന്നും ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഈ രഹസ്യങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല. നീ എന്റെ കൂടെ വാ, ചില കാര്യങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്കിൾ ഇപ്പോ അവരുടെ വീട്ടിലുണ്ടായിരുന്ന വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് ആന്റിയെ കൊണ്ടുപോവാണ്. ആന്റി തന്നെ ഈ മുറി ആദ്യമായിട്ട് കാണുന്നത്. ആ മുറിയിലേക്ക് കയറിയ ആന്റി ഗ്ലാഡിസ് ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അതൊരു സാധാരണ മുറിയായിരുന്നില്ല. അവിടുത്തെ ടേബിളിൽ ഒരുപാട് പൂജാവസ്തുക്കളും കണ്ടാൽ പേടിയാവുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ മുന്നിൽ പോയിട്ട് അങ്കിൾ ഉണ്ടല്ലോ മുട്ടുകുത്തി നിൽക്കുകയാണ്. എന്നിട്ട് ഫോട്ടോയിലുള്ള ആ പ്രതിഷ്ഠയോട് അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഗാജാ ഗാതു എന്നെ അനുഗ്രഹിക്കണേന്ന് പറയാണ്. ഇതെല്ലാം കണ്ട് വട്ടുപിടിച്ച ഗ്ലാഡിസ് പറയാണ്, അല്ല ബെർക്കെ, നിനക്ക് എന്താ പ്രാന്തായോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ സമയത്ത് അങ്കിൾ ബെർക്ക് പറയാണ്, ഇതാരാണെന്ന് നിനക്കറിയില്ല. ഇതിന്റെ പേരാണ് ഗഞ്ചൻ ഖാതു. ഞാൻ ഇതിനെയാണ് ആരാധിക്കുന്നത്. ഇത് കാരണമാണ് എനിക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കിട്ടുന്നത്. ഇത് കേട്ട സമയത്ത് ഗ്ലാഡിസിന് ഭയങ്കരമായിട്ട് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഒരു ചെകുത്താനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എനിക്കെന്തോ അറപ്പാകുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്കിൾ ബെർക്ക് പറയാണ്, ഇനി എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കണം. ഒരുപാട് രഹസ്യങ്ങൾ നിന്നോട് പറയാണ്ട്. വാ, എന്റെ കൂടെ നീ വാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആന്റിയും കൂട്ടി അങ്കിൾ നേരെ പുറത്തേക്ക് പോകണം. ഇവര് രണ്ടുപേരും പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഡെയ്സി എന്ത് ചെയ്തു? അവളുടെ 2 കൂട്ടുകാരി ഉണ്ടല്ലോ, മോർണി ബെല്ല, രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്തിനാ? അർമാദിക്കാൻ തന്നെ. വരുമ്പോ ഒരു 3 കുപ്പി ബിയറും മേടിച്ചുകൊണ്ടാണ് അവർ വന്നത്. എന്തായാലും ഇപ്പൊ ഡെയ്സി അവരെയും കൂട്ടി റൂമിൽ പോയിട്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മാലയുടെ അടുത്തേക്ക് നവാദ് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സംസാരിക്കാനായിട്ടുണ്ടോ? തൊണ്ടയുടെ പ്രശ്നമൊക്കെ മാറിയോ? ഇപ്പോ അവൾ ആ ഒരു സ്ലേറ്റിൽ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല വേദനയുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് നവാങ് മുത്തശ്ശി അവിടുന്ന് പോവാണ്. അതായത് ഈ ഒരു മുത്തശ്ശിക്ക് എന്തോ അവളോടൊരു താല്പര്യമില്ലാത്തതുപോലെ എന്തോ ഒരു കാരണം അതിനുണ്ടാകും. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന അങ്കിളിനെയും ഗ്ലാഡിസിനെയാണ്. ഇപ്പൊ ആന്റി ഗ്ലാഡിസ് ഒരു കാര്യം പറയുന്നുണ്ട്, പലപ്പോഴും രാത്രി നിങ്ങൾ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അന്ന് സ്വപ്നത്തിൽ ഞാനൊരു രൂപത്തെ കണ്ടായിരുന്നു. നിങ്ങളിപ്പോ കാണിച്ചെന്ന റൂമിലെ ആ ഒരു ഫോട്ടോ ഫ്രെയിമിലെ ആ രൂപം ഉണ്ടല്ലോ, ഏകദേശം അതേ രൂപം തന്നെ. അതുപോലെ ദേഹം നിറയെ വേരുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ത്രീയും സ്വപ്നത്തിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? എന്റെ വെറും തോന്നലാണ്, എന്റെ സ്വപ്നങ്ങളാണെന്ന് അല്ലേ? എന്നാൽ അതൊന്നും വെറും തോന്നലല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ചെയ്യുന്നതിന്റെ ഫലം ഞാനും കൂടെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും എന്താടോ നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ ആരാണ്? എല്ലാം വ്യക്തമായിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അങ്കിൾ ഇപ്പോ ആന്റി ഗ്ലാഡിസിനെയും കൂട്ടി കാടിന്റെ ഒരു ഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ആന്റിയോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാണ്. എന്നിട്ട് ആന്റിയോട് അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്കിപ്പോ നല്ല സമ്പത്താണ്. നമ്മുടെ ഫാത്തിക്കിന് ഒരു അസുഖം വന്ന സമയത്ത് എത്ര രൂപയാണ് അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചത്? ഈ സമ്പത്തെല്ലാം നമുക്ക് എവിടുന്നാ വരുന്നത്? ഈ സമയത്ത് ആന്റി പറയാണ്, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഇല്ലേ, നല്ലൊരു കച്ചവടം ഇല്ലേ, അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ ഗ്ലാഡിസ് ഇത് പറയുന്ന സമയത്ത് അങ്കിൾ ബെർക്ക് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഗ്ലാഡിസിന് മനസ്സിലായി പണം ലഭിക്കുന്നത് കച്ചവടത്തിലൂടെയല്ല, മറ്റേതോ മാർഗത്തിലൂടെയാണ്. അവരപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, സത്യം പറ, നിങ്ങൾ എന്തൊക്കെയാ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നത്? ഇപ്പൊ അങ്കിൾ ബെർക്ക് പറയാണ്, നീ നേരത്തെ പിശാജാണെന്ന് പറഞ്ഞ ആ ഫോട്ടോയിലെ രൂപം ഉണ്ടല്ലോ, അത് ശരിക്കൊരു പിശാചൊന്നുമല്ല. നമ്മൾ അതിനെ വിശ്വസിച്ച് അതിനെ ആരാധിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ഒരുപാട് അനുഗ്രഹം നമ്മൾക്ക് തരും. ഞാനും അതിനെ ആരാധിച്ചു, അതുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി. അതുവഴിയാണ് എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയത്. പക്ഷേ ഇപ്പൊ ചെറിയ ചില പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഗ്ലാഡിസ് പറയാണ്, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ മനുഷ്യ? പണം ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള ആഭിചാരങ്ങളാണോ ചെയ്യുന്നത്? ഒരു പിശാചിനെ പോയി ആരാധിച്ച് അങ്ങനെയാണോ നിങ്ങൾ കാശുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് പ്രാന്തല്ല, മാനസിക രോഗമാണ്. എന്നാൽ വേഗം തന്നെ ഗ്ലാഡിസിനെ തടഞ്ഞിട്ട് ഇപ്പൊ ഈ അങ്കിൾ ബെർക്ക് പറയണം, നിനക്കൊരു കാര്യം അറിയോ? എത്ര രൂപ കടം എനിക്ക് ഉണ്ടായിരുന്നു അറിയോ? എന്റെ ഫാമിലി ആയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ കടക്ക്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിൽ തീർക്കാനാണ്? അതുകൊണ്ട് എനിക്ക് ഈ വഴി പറഞ്ഞു തന്നത് മറ്റാരുമല്ല, നമ്മുടെ വീട്ടിലെ സെർവന്റ് ഉണ്ടല്ലോ, നവാങ് മുത്തശ്ശി, അവർ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവരൊരു മന്ത്രവാദിയാണ്. ഒരുപാട് മാന്ത്രിക ശക്തികളൊക്കെ അവർക്കുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയാണ്. ഇതേ നേരം തന്നെ നവാങ് മുത്തശ്ശിയെ കാണിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്ന മാലയെ വളരെ രൂക്ഷമായിട്ട് തന്നെ മുത്തശ്ശി നോക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ചധികം പൂക്കളും ഒരു വലിയ കത്തിയുമായിട്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഈ മുത്തശ്ശി പോവാണ്. പിന്നീട് ചില പൂജകൾ ചെയ്യാണ്, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. പിന്നീട് കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. അതായത് എന്തോ വലിയൊരു ദുരന്തം വരാനിരിക്കുകയാണ്, അത് വരാതിരിക്കാനായിരിക്കണം ചിലപ്പോ നവാങ് മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നത്. ഇതേ നേരം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന മാലയുടെയും അതുപോലെ തന്നെ ഫാത്തിക്കിന്റെയും ആ ഒരു ഡൈസ് താഴെ കുരുണ്ട് വീണ് പോകുന്നുണ്ട്. അത് എടുക്കാൻ പോയ ഫാത്തിക്കിന് അത് കിട്ടുന്നില്ല. എന്നാൽ മുകളിൽ നിന്നും ഒരു മുറയിൽ നിന്നും അവരൊരു പാട്ട് കേട്ടു.
രണ്ടുപേരും നേരെ ആ ഒരു മുറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അത് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഫാത്തിക്ക് പറയാണ്, ഈ മുറിയുടെ താക്കോൽ അത് എവിടെയാണെന്ന് എനിക്കറിയാം, അച്ഛനെ ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അവന്റെ അച്ഛന്റെ മുറിയിലേക്ക് ചെന്ന് അവൻ ആ ഒരു ചാവി എടുത്ത് തുറക്കാൻ പാടില്ലാത്ത ആ റൂം വന്ന് അവൻ തുറക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും അങ്കിൾ ബെർക്കിനെയും ആന്റി ഗ്ലാഡിസിനെയും കാണിക്കുകയാണ്. ഇപ്പൊ ഗ്ലാഡിസ് പറയാണ്, സത്യം പറ, നിങ്ങൾ ആ ഒരു പിശാചുമായിട്ട് എന്തൊക്കെയോ ചില ഡീലുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ലേ, അതിന് പകരം ആ പിശാചി എന്താ ചോദിച്ചത്, എന്താണ് നിങ്ങൾ നേരിടുന്ന ആ ഒരു വലിയ പ്രശ്നം? ഇപ്പൊ ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അങ്കിൾ ബെർക്ക് പറയാണ്, അത് പിന്നെ അത് നമ്മുടെ കൂട്ടത്തിലെ ഒരാളുടെ ആത്മാവിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട ഗ്ലാഡിസ് ആകെ ഞെട്ടിപ്പോണ്. അതായത് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാളെ അത് കൊണ്ടുപോകും എന്നല്ലേ അതിന്റെ അർത്ഥം? സത്യം പറയടാ, നിങ്ങൾ എന്താടാ ചെയ്തു വെച്ചത്? ആരെയെ കൊണ്ടുപോകാൻ പോകുന്നത്? എന്നെയോ അല്ലെങ്കിൽ എന്റെ മോനെയോ അല്ലെങ്കിൽ നമ്മുടെ ഡെയ്സിയോ? ആരെയെ കൊണ്ടുപോകാൻ പോകുന്നത്? ഭയങ്കര വയലന്റ് ആയിട്ട് ദേഷ്യത്തില് അങ്കിളിനോട് ആന്റി ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്കിള് പറയണം, നീ പേടിക്കല്ലേ, നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒന്നും പറ്റില്ല. ആ ചെകുത്താൻ വരുന്നത് മാലയെ കൊണ്ടുപോകാനാണ്. ഇത് കേട്ട സമയത്ത് ആന്റി ഒന്ന് ഞെട്ടിപ്പോവാണ്. മാലയോ? അവളെ എന്തിനാണ് ഈ ചെകുത്താൻ കൊണ്ടുപോകുന്നത്? അവളും നിങ്ങൾ ഈ ചെയ്ത ഓരോ ആഭിചാരവും തമ്മിൽ എന്താണ് ബന്ധം? മാല നിന്റെ പെങ്ങളുടെ മകളല്ലേ, അവൾക്ക് ഇതുമായിട്ട് എന്ത് ബന്ധാണ്? പെട്ടെന്ന് ഒരു സംശയം തോന്നിയ ഗ്ലാഡിസ് ഇപ്പോ അങ്കിളിനോട് ചോദിക്കുകയാണ്, സത്യം പറ, മാല അവൾ നിങ്ങളുടെ മകളാണോ? അങ്കിൾ ഇപ്പൊ പറയണം, അതെ, അവൾ എന്റെ മകളാണ്. ഇത് കേട്ട ആന്റി വീണ്ടും ഞെട്ടിപ്പോവാണ്. ഇതെങ്ങനെ നടക്കും? നിങ്ങളുടെ പെങ്ങളുടെ മകളല്ലേ മാല, അവൾ എങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ മകളാവുക? ഈ സമയത്താണ് അങ്കിൾ ബെർക്ക് ഇതുവരെയായിട്ടും പറയാത്ത ആ രഹസ്യം പറയുന്നത്. അതായത് അങ്കിൾ ബെർക്കിന്റെ ആദ്യ ഭാര്യ പ്രസവിച്ച സമയത്ത് അതൊരു കുഞ്ഞായിരുന്നില്ല, 2 കുഞ്ഞായിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. ഒന്ന് മാലയും രണ്ടാമത്തത് ഡെയ്സി ആയിരുന്നു. ആ പിശാജ്, അതായത് ഗഞ്ചൻ ഖാദു എന്ന് പറഞ്ഞ ആ ഒരു പിശാജുമായിട്ട് ഇയാളൊരു ഡീൽ ഉണ്ടാക്കിയില്ലേ, ആ ഡീല് പ്രകാരം പ്രസവിച്ച ഒരു കുഞ്ഞിനെ ആ പിശാജിന് കൊടുക്കണമായിരുന്നു. അങ്ങനെ ആ പിശാജിന് വേണ്ടത് മാലയായിരുന്നു. അപ്പൊ മാലയുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് അവളെ അങ്കിൾ ഏൽപ്പിച്ചത് അങ്കിളുടെ സഹോദരിയുടെ കയ്യിലായിരുന്നു. അവൾക്കൊന്നും പറ്റാതിരിക്കാനും ആ ശാപം അവളെ പിന്തുടരാതിരിക്കാനും അങ്കിളുടെ സഹോദരിയാണെങ്കിൽ സ്വന്തം മോളെ പോലെ തന്നെ മാലയെ വളർത്തി അതുപോലെ തന്നെ ആ പിശാചിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ അങ്കിൾ ബെർക്ക് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് അവൾക്ക് 18 വയസ്സ് തികയാണ്. അതായത് ഇന്നാണ് അവളെ കൊണ്ടുപോകാനായിട്ട് ആ പിശാച് വരിക. ഇതേ നേരം പ്രകൃതിയുടെ മട്ടും ഭാവൊക്കെ ആകെ മാറുകയാണ്, മേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ്. ഇതെല്ലാം കണ്ട അങ്കിളും ആന്റിയും ആകെ പേടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നവാം മുത്തശ്ശിയും ഇതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ആ പിശാച് ഗഞ്ചൻ ഖാദു അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഗ്ലാഡിസ് അങ്കിളിനോട് പറയണത്, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക മനുഷ്യ, മോളുടെ ജീവൻ ആപത്താണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാ, വേഗം വണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മാലയും അതുപോലെ ചെറിയ ചെറുക്കൻ ഫാത്തിക്കും കൂടെ അവരുടെ അച്ഛന്റെ ആ ഒരു രഹസ്യ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡൈസ് വാതിലിനിടയിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് പോയി. ശരിക്കും അതുകൊണ്ടാണ് വാതിൽ ഇവർ തുറന്ന് ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ റൂമിന്റെ പല ഭാഗത്തും ഇവർ രണ്ടുപേരും പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ മാല അവിടെ ഒരു കട്ടില് കാണുകയാണ്. അതിന്റെ അടിയിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കട്ടിലിന്റെ അടിഭാഗത്തേക്ക് നോക്കി എഴുന്നേറ്റപ്പോ കട്ടിലിന്റെ മുകളിലായിട്ട് ദാണ്ടെ ഒരാൾ കിടക്കുകയാണ്. സ്വപ്നത്തിൽ കാണുന്ന ആ രൂപം, പല തവണയായിട്ട് അവളുടെ അടുത്തേക്ക് വന്ന ആ രൂപം. എന്നാൽ അവളെ ഉപദ്രവിക്കാനല്ല ആ രൂപം നോക്കുന്നത്. അവളുടെ കയ്യിൽ ഒരു കഷ്ണം കടലാസ് കൊടുത്തിട്ട് പറയാണ്, നീ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ആത്മാവ് അവിടുന്ന് പോകുന്നുണ്ട്. അതായത് ആ ആത്മാവ് ശരിക്കും മാലയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ അല്ല നോക്കുന്നത്, ഒരു തരത്തിൽ അവളെ സഹായിക്കാനാണ് നോക്കുന്നത്. അവളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ കഷ്ണം കടലാസ് അതെന്താണെന്ന് മാലയ്ക്ക് പോലും അറിയില്ല. ഈ സമയത്താണ് ഫാത്തിക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. ഭയന്നിരിക്കുന്ന മാലയോട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. ഇതേ നേരം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അങ്കിളും അതുപോലെ തന്നെ ആന്റിയും ഇവരെത്ര നോക്കിയിട്ടും വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എത്തുകയാണ്. അതായത് ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ആ പിശാച് ശരിക്കും ഇവരെ ആ കാട്ടിൽ ട്രാപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവൻ എങ്ങനെയെങ്കിലും വന്നിട്ട് മാലയെ കൊണ്ടുപോകണം. ഇതേ സമയത്ത് വീട്ടിൽ ഡെയ്സിയുടെ 2 കൂട്ടുകാരികളുണ്ടല്ലോ, മോർണിയും അതുപോലെ തന്നെ ബെല്ലയും. ഇവളുമാര് എന്താ ചെയ്തതെന്നറിയോ? അതിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ മാലയും ഫാത്തിക്കും തുറന്നിട്ട അങ്കിളുടെ ആ ഒരു റൂം കാണുകയാണ്. കുറച്ച് ഡിഫറന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവർ നോക്കുമ്പോൾ വ്യത്യസ്തമായ ഫോട്ടോ ഫ്രെയിമിൽ ആ പിശാചിന്, അതായത് ഗഞ്ചൻ ഖാദുവിന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം? അവർ ചുമ്മാ ഒരു രസത്തിന് അവിടെ ഉണ്ടായിരുന്ന പൂക്കൾ എടുത്ത് നേരെ ആ ഒരു ഫോട്ടോയ്ക്ക് നേരെ എറിഞ്ഞിട്ട് ഓം ഗ്രീൻ കുട്ടിച്ചാത്ത എന്നൊക്കെ പറയാണ്. കുട്ടിച്ചാത്തനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വരാതിരിക്കോ? ഒരു കർട്ടന്റെ പിന്നിൽ നിന്ന് ഒരു കൈ പതിയെ വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് വിറച്ച് മോർണിയും ബെല്ലിയും ഓട്ടി രക്ഷപ്പെടുകയാണ്. നേരെ വന്നത് നമ്മുടെ ഡെയ്സിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവളോട് മോർണിയും ബെല്ലിയും പറയട്, നിനക്കും നിന്റെ കുടുംബക്കാർക്കും പ്രാന്താടി, ആ റൂമിൽ എന്തോന്നിനെയാടി പൂട്ടി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, പോവാന്ന് പറഞ്ഞിട്ട് ആ രാത്രി എന്നെ വീട് വിട്ട് രണ്ടുപേരും ഇറങ്ങുകയാണ്. ഡെയ്സി കുറെ പറഞ്ഞെങ്കിലും മോർണിയും ബെല്ലയും പോയി കേട്ടോ. എന്നാൽ ഇതേ നേരം തന്നെ ആ രാത്രിയിൽ നവാം മുത്തശ്ശി ആ മരത്തിന്റെ ചോട്ടില് ഒരു തളികയിൽ എന്തൊക്കെയോ ചില സാധനങ്ങൾ വെച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ തളികയിൽ 2-3 മുട്ടകൾ ഉണ്ടായിരുന്നു. ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിലൊരു മുട്ട പൊട്ടിച്ച സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും രക്തമാണ് വന്നത്. ഇത് കണ്ട നവാം മുത്തശ്ശി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് അവരുടെ മന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. ഇതേ നേരം ചുറ്റും ഉണ്ടായിരുന്ന മരത്തിന്റെ വേരുകൾ പതിയെ മുത്തശ്ശിയുടെ കയ്യിലും കാലിലും
മരങ്ങളിലും എല്ലാം ചുറ്റി വളഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ട് ആ മരത്തിന്റെ താഴേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് കൂട്ടുകാരികൾ പോയപ്പോൾ ടെൻഷനിലിരിക്കുന്ന നമ്മുടെ ഡെയ്സിയാണ്. എന്നാൽ ആ രാത്രിയിൽ ഡെയ്സിയെ കാണാനായിട്ട് കുറച്ച് പൂക്കളുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, അവളുടെ കാമുകനായിട്ടുള്ള ഡോണി തന്നെയാണ്. കാരണം ഇന്ന് ഡെയ്സിയുടെ ബർത്ത്ഡേ ആണല്ലോ. ഡെയ്സിയുടെയും ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ മാലയുടെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും ഇന്നാണ് 18 വയസ്സ് തികയുന്നത്. ഡോണി അവന്റെ കാമുകിക്ക് വേണ്ടി നല്ലൊരു പൂച്ചണ്ടിയുമായിട്ട് വന്നതാണ്. എന്നാൽ ഇതേ നേരം രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്ന മൂർണി, ബെല്ല, ഇവരെ രണ്ടുപേരുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ചതുപോലെ നാവ് മുത്തശ്ശിയെ കണ്ട് പേടിച്ച് രണ്ടുപേരും എങ്ങോട്ടൊക്കെയോ ഓടുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ മാലയാണെങ്കിലോ അവളുടെ അച്ഛന്റെ റൂമിലേക്ക് പോവാണ്. വേറൊരു കാര്യമുണ്ട്, അങ്കിൾ ബെർക്കാണ് അവളുടെ അച്ഛനെന്ന് മാലയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. മാത്രമല്ല എന്തിനാണ് അവൾ ആ ഒരു റൂമിലേക്ക് പോയത്? നേരത്തെ ആ ഒരു ആത്മാവ് വന്ന് ഒരു കഷ്ണം കടലാസ് കൊടുത്തില്ലേ, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആ റൂമിലേക്ക് കയറിയ സമയത്ത് ഒരു പഴയ പുസ്തകം അവൾ കാണുന്നുണ്ട്. അതായത് അങ്കിൾ ബെർക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു പുസ്തകം തന്നെ. അവൾ പതിയെ ആ ഒരു പുസ്തകം തുറന്നു നോക്കിയ സമയത്ത് കുറച്ചധികം ഫോട്ടോസ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് ശരിക്കും മാല ഞെട്ടിപ്പോവാണ്. അതിലൂടെ എല്ലാ രഹസ്യങ്ങളും അവൾക്ക് മനസ്സിലായി. ശരിക്കും ഇത്രയും നാളും മാല വിചാരിച്ച ആളായിരുന്നില്ല അവളുടെ അമ്മ. അവളുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. അങ്കിൾ ബെർക്കാണ് ശരിക്കും അവളുടെ അച്ഛനെന്ന്. അതുപോലെ ഡെയ്സി അവളുടെ ഇരട്ട സഹോദരിയാണ്. ഈ കാര്യമെല്ലാം അവൾക്ക് മനസ്സിലായി. മാത്രമല്ല പല തവണയായിട്ട് അവളെ പേടിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്ന ആ ആത്മാവ് അത് മറ്റാരുമല്ല, അത് അവളുടെ ശരിക്കുള്ള അമ്മയാണ്. അവളുടെ അമ്മ വന്ന് ഇതുപോലെ ഒരു പേപ്പറിന്റെ കഷ്ണം അവളുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു രഹസ്യം അതിന്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആ ഒരു പുസ്തകം വീണ്ടും വീണ്ടും മറിച്ചു നോക്കിയപ്പോൾ ഒരു കവിത, അതിന്റെ ചില ഭാഗങ്ങളില്ല, ആ ഭാഗത്തേക്ക് ഈ പേപ്പർ വെച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അതായത് ആ കവിത ചൊല്ലേണ്ടത് ദുരാത്മാക്കളുടെ ശല്യം വല്ലാതെ ഉണ്ടാകുമ്പോൾ അവറ്റകളെ തുരത്താൻ വേണ്ടിയിട്ടാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മാല അതൊന്ന് വായിച്ചെടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നവാങ് മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ ദേഹത്ത് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഒരു പ്രാന്തിയെ പോലെയായി നമ്മുടെ ഡെയ്സിയുടെ കൂട്ടുകാരിയെ അവരിങ്ങനെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മോർണിയെ അവർക്ക് കിട്ടുകയാണ്. കഴുത്ത് നോക്കിയൊരു വെട്ടുകൊടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ പെടഞ്ഞ് മോർണി മരണപ്പെടുന്നുണ്ട്. ഇത് കണ്ട് ഭയന്ന് വിറച്ച ബെല്ല അവിടെ ഓടി രക്ഷപ്പെട്ട സമയത്ത് അവളുടെ മുന്നിലേക്കും ഇപ്പൊ നവാങ് മുത്തശ്ശി വന്ന് നിൽക്കുകയാണ്. അതായത് ആ പിശാജാണ് മുത്തശ്ശിയെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ബെല്ല നോക്കി നിൽക്കെ പിശാചിന്റെ ആ ഭീകര രൂപം അവൾ കാണുകയാണ് കേട്ടോ. അതോടെ അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ ഡെയ്സിയുടെ ബോയ് ഫ്രണ്ട് ഡോണി, അവനിപ്പോ വീട്ടിലുള്ളത്, അവനൊരു ജ്യൂസ് കൊടുത്തിട്ട് നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഡെയ്സി അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം അടുക്കളയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ഡോണി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോ ഒരാൾ അടുക്കളയിൽ വെച്ച് എന്തൊക്കെയോ വെട്ടിമുറിക്കുകയാണ്. അത് മറ്റാരുമല്ല, നവാങ് മുത്തശ്ശി തന്നെയാണ്. മാത്രമല്ല അവർ വെട്ടിമുറിക്കുന്നത് മോർണി, ബെല്ലയാണ്. എന്നാൽ ഇതറിയാതെ നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട് ഡോണി പോയിട്ട് മുത്തശ്ശിയുടെ ദേഹത്ത് കണ്ണ് വെക്കാണ്. ദേഷ്യം വന്ന മുത്തശ്ശി ആ കത്തിയെടുത്ത് ഇവന്റെ കണ്ണിലേക്ക് കുത്തി കയറ്റുന്നുണ്ട്. വേദന കൊണ്ട് അവനിപ്പോ അലറി കരയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മാല അവളെല്ലാം സത്യവും മനസ്സിലാക്കിയല്ലോ. അവളുടെ അമ്മ അവളെ പ്രസവിച്ച ആ മുറിയിലേക്ക് അവൾ പോകുന്നുണ്ട്. 18 വർഷങ്ങൾക്ക് മുന്നേ ആ മുറിയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അവൾ കൺമുന്നിൽ അങ്ങനെ കാണുകയാണ്. അതായത് ഗർഭിണിയായിരുന്ന മാലയുടെ അമ്മ അവരിപ്പോ പ്രസവിക്കാൻ നിൽക്കുകയാണ്. പ്രസവം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നവാങ് മുത്തശ്ശി തന്നെയാണ്. അങ്ങനെ മാലയുടെ അമ്മ പ്രസവിച്ചു. ആ കുഞ്ഞിനെ മുത്തശ്ശി എടുത്ത് നേരെ അങ്കിൾ ബെർക്കിന് കൊടുക്കുകയാണ്. അതായത് മാലയുടെ അച്ഛന്റെ കയ്യിൽ തന്നെ. ആ കുഞ്ഞിനെ കയ്യിൽ വെച്ച് അയാളിപ്പോ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതേ നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതായത് ആ പിശാചുമായിട്ടുള്ള ഡീലിൽ നീ ഒരു കുട്ടിയെ ആ പിശാചിന് കൊടുത്തേ മതിയാവുള്ളൂ. എന്നാൽ അങ്കിൾ ഒരു കാരണവശാലും അതിന് പറ്റില്ല എന്ന് പറയാണ്. കാരണം ഇത് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞിനെങ്ങനെയാ ഞാൻ കൊലക്ക് കൊടുക്കുക? എന്നാൽ അടുത്ത നിമിഷം മറ്റൊരു അത്ഭുതം സംഭവിക്കുകയാണ്. അതായത് മാലയുടെ അമ്മ മറ്റൊരാളെ കൂടെ പ്രസവിക്കുകയാണ്, അതായത് ഡെയ്സിയെ. അത് ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു എന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ സമയത്ത് ആ മുത്തശ്ശി പറയുന്നുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒന്നിനെ പിശാചിന് കൊടുക്കാന്ന് പറയാണ്. മിക്കവാറും ആദ്യം വന്ന കുഞ്ഞിനെയാണ് കൊടുക്കേണ്ടി വരിക. എന്നാൽ 2 കുഞ്ഞിനെയും കൊടുക്കാൻ പറ്റില്ല എന്നൊരു മനസ്സിലാണ് അങ്കിൾ ബെർക്കിപ്പോ. ആ സമയത്താണ് എവിടെ നിന്നോ കുറേയധികം വേരുകൾ ആ റൂമിലേക്ക് ഇങ്ങനെ എരച്ച് കയറി വരുന്നത്. അപകടം മനസ്സിലായ നവാം മുത്തശ്ശി എന്താക്കി, വേഗം തന്നെ മാല എടുത്തുകൊണ്ട് ആ ഒരു പിശാചിനെ കൊടുക്കാൻ നിൽക്കുകയാണ്. ഈ നേരത്ത് ഇത് കണ്ട മാലയുടെ അമ്മയുണ്ടല്ലോ, അവര് ചാടി എഴുന്നേൽക്കുകയാണ്. എന്റെ കുഞ്ഞിനെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പിശാചിനെ തടുക്കുകയാണ്. എന്നാൽ ആ പിശാച് അതിന്റെ ആ ഒരു വേരുകൾ കൊണ്ട് മാലയുടെയും ഡെയ്സിയുടെ അമ്മയും ഞെക്കി കൊന്നുകളയാണ്. അങ്ങനെയാണ് അവർ മരണപ്പെട്ടത്. മരിച്ചുപോയ മോക്ഷം കിട്ടാത്ത ആത്മാവായിട്ടുള്ള മാലയുടെ അമ്മയാണ് പല തവണയായിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് രക്ഷപ്പെടാനുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. നിരന്തരം അവരുടെ സ്വപ്നത്തിൽ വന്നതും അതിന് തന്നെയായിരുന്നു. മാത്രമല്ല കുഞ്ഞായിരിക്കുന്ന മാലയെ അന്ന് ആ ഒരു പിശാച് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അവൾക്ക് 18 വയസ്സാവുന്ന സമയത്താണ് അവളെ കൊണ്ടുപോകാൻ ശരിക്കും ആ ഒരു പിശാച് വരിക. അങ്ങനെ അന്ന് അവിടുന്ന് ആ ഒരു പിശാച് തിരിച്ചുപോയി. പക്ഷേ ഇന്ന് അവൻ വന്നാൽ ഉറപ്പായിട്ടും മാല അല്ലെങ്കിൽ ഡെയ്സി ആരെങ്കിലും ഒരാളെ ആ ഒരു പിശാച് ഇന്ന് ഉറപ്പായിട്ടും കൊണ്ടുപോകും. അപ്പൊ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി മാല ഈ കാര്യം പോയിട്ട് ഡെയ്സിയോട് സ്ലേറ്റിൽ എഴുതി കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡെയ്സി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവൾക്ക് മനസ്സിലാവും
മനസ്സിലാവുന്നില്ല. ആ മണ്ടിപ്പെണ്ണാണെങ്കിൽ നീ ഒന്ന് പോയടി എന്ന് പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അങ്കിൾ ബെർക്കും അതുപോലെ തന്നെ ആന്റി ഗ്ലാഡിസ് രണ്ടുപേരും വീട്ടിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആ ഒരു പിശാചിന്റെ കെണിയിൽപ്പെട്ട് രണ്ടുപേരും കാട്ടിൽ വെച്ച് അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് അങ്കിൾ ബെർക്ക് ഡീലുണ്ടാക്കിയ ആ ഒരു പിശാചുണ്ടല്ലോ, ഗഞ്ചൻ കാതു, അത് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭീകര രൂപം, നല്ല പൊക്കമുള്ള ഒരു വ്യത്യസ്തമായ വസ്ത്രമെല്ലാം ധരിച്ച ഒരു വല്ലാത്തൊരു പിശാച്. അതിനെ കണ്ട് ഭയന്നു പോയ അങ്കിൾ ബെർക്ക് കാർ അവിടെ നിർത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ ആന്റി എന്താ ചെയ്തതെന്ന് അറിയോ? അവരുടെ കയ്യിൽ ഒരു ഏലസ് പോലെ എന്തോ ഒന്നുണ്ടായിരുന്നു, അത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പിശാചിനെ അവിടുന്ന് കാണാതായി. മാത്രമല്ല ആ കാട് വിട്ട് പുറത്തേക്ക് വരാനുള്ള വഴി ഇവർക്ക് ഇപ്പൊ കാണുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ നമ്മുടെ മാല ഡെയ്സിയോട് ഞാൻ നിന്റെ സഹോദരിയാണ്, നമ്മൾ ട്വിൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഡെയ്സിയുടെ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം. അവളിപ്പോ പതിയെ ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് പോവാണ്. ഒറ്റയടിക്ക് അവൾ അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മാല നോക്കുമ്പോൾ റൂമിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് അവരുടെ മരിച്ചുപോയ അമ്മയുണ്ടല്ലോ, അമ്മയുടെ ആത്മാവ് വന്നിട്ട് ആ ഒരു പഴയ ഇൻസ്ട്രുമെന്റ് അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ മാലയുടെ ബോധം പോയി. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ആത്മാക്കളുടെ ലോകത്തായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. മരിച്ചുപോയ എല്ലാവരെയും അവൾ അവിടെ കാണുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ അങ്കിളും ആന്റിയും വീട്ടിലേക്ക് വരുന്നത്. അവർ വന്നു നോക്കുമ്പോൾ വീടിനുള്ളിൽ നിറയെ വേരുകളാണ്. അതായത് ആ ഒരു പിശാച് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവരുടെ 3 മക്കളെയും ആ ഒരു വേരിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ പിശാച് അവരുടെ ആത്മാവിനെ അതിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ബോധമില്ലാതെ ഡെയ്സിയോടും മാലയോടും അങ്കിൾ ബെർക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് ആ ഒരു പിശാചിനെ തോൽപ്പിക്കണം എന്ന് പറയണം. ഇതേ നേരം തന്നെ ആ ആത്മാക്കളുടെ ലോകത്തുള്ള മാലയെ കാണിക്കുകയാണ്. അവളുടെ അരികിലേക്ക് ആ പിശാച് വന്നു. പതിയെ പതിയെ അവളുടെ ആത്മാവിനെ എടുക്കാൻ നോക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്നൊരു കാര്യം മാലയ്ക്ക് ഓർമ്മ വരികയാണ്. അതായത് അവളുടെ അമ്മ അവൾക്കായിട്ട് കൊടുത്ത ആ ഒരു പേപ്പറിന്റെ കഷ്ണം അത് ആ ഒരു പുസ്തകത്തിൽ വെച്ചപ്പോ ആ ഒരു കവിതയോ വാക്യങ്ങളോ അത് മുഴുവനായിട്ടും അവളൊന്ന് വായിച്ച് മനഃപ്പാടമാക്കിയിരുന്നു. അതിവിടെ വെച്ച് അവളൊന്ന് ചൊല്ലുകയാണ്. അതിന്റെ ഓരോ വരികളും ചൊല്ലുന്ന സമയത്ത്, അത് പറയുന്ന സമയത്ത് ഗഞ്ചൻ കാതു എന്ന് പറഞ്ഞ ആ ഒരു പിശാചുണ്ടല്ലോ, അതിന്റെ ശക്തി പതിയെ പതിയെ ക്ഷയിച്ചു തുടങ്ങുകയാണ്. അതിനിപ്പോ മാലയെ പിടിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ദേഹം മുഴുവനും ഉരുകാൻ തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും മാല അത് ചൊല്ലിക്കഴിഞ്ഞപ്പോ ആ പിശാചിന് പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതെയായി. അത് അവിടുന്ന് പാഞ്ഞു പോവുകയാണ്. ഇതേ നേരം ശരിക്കുള്ള ലോകത്തിലുണ്ടായിരുന്ന മാലയും ഡെയ്സിയും കണ്ണു തുറക്കുകയാണ്. പിന്നീട് മാലയോടും അതുപോലെ തന്നെ ഡെയ്സിയോടും എല്ലാ രഹസ്യങ്ങളും അവളുടെ അച്ഛൻ അതായത് അങ്കിൾ ബെർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ലൈഫ് ലോങ് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം, ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ ഇനി എന്റെ ലൈഫിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും ശരി, ഗഞ്ചൻ ഗാദു എന്ന് പറഞ്ഞ ഒരു പിശാചിന് ഞാൻ വഴിപ്പെടില്ല. അതായത് അങ്കിൾ ബെർക്കിന് അദ്ദേഹത്തിന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റി, എന്നാൽ അനാവശ്യമായിട്ട് വേറെ ചില ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.